വിശദമായി നോക്കാം. എം.കെ. രാഘവനെതിരെ LDFന്റെ പരാതി. നോമിനേഷൻ റദ്ദാക്കണമെന്ന ആവശ്യം റവന്യൂ റിക്കവറി വിവരങ്ങൾ മറച്ചുവച്ചാണ് പത്രിക സമർപ്പിച്ചതെന്ന് LDF. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, കോഴ വിവാദത്തിന് പിന്നാലെ എം.കെ. രാഘവൻ വീണ്ടും കുരുക്കിലേക്ക് നീങ്ങുകയാണോ? പത്രികയിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണോ പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്? മനു, കോഴിക്കോട്ടെ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി എം.കെ. രാഘവനെതിരെയാണ് ഇപ്പോൾ LDFന്റെ പുതിയ പരാതി വന്നിരിക്കുന്നത്. LDFന്റെ മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് റിയാസ് ആണ് നൽകിയിരിക്കുന്നത്. എം.കെ. രാഘവന് അഗ്രീൻകോയുടെ ഇടപാട് വഴിയിൽ 26,681 രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു. ഇരിക്കൂറിലെ പെരുമണ്ണിലുള്ള അഗ്രീൻകോ ഫ്രൂട്ട് പ്രൊഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് സൊസൈറ്റിയുടെ ഭാഗമായാണ് ഇത്രയും വലിയ കടബാധ്യത എം.കെ. രാഘവനുള്ളത്. ഈ റവന്യൂ റിക്കവറി നടപടികൾ ഉണ്ടായിരുന്നു. റവന്യൂ റിക്കവറിയിൽ എം.കെ. രാഘവൻ നൽകിയ അപേക്ഷയിന്മേൽ ഒരു സ്റ്റേ ഉത്തരവുണ്ടായിരുന്നു. ആ സ്റ്റേ ഉത്തരവ് മാസം 31-ാം തീയതി അവസാനിച്ചിട്ടുള്ളതാണ്. പത്രിക സമർപ്പിക്കുന്ന സമയത്ത് ഈ സ്റ്റേ ഉത്തരവ് അവസാനിച്ചിരുന്നു. ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്തും പത്രിക സമർപ്പിക്കുന്ന സമയത്തും ഈ 29 കോടി രൂപയുടെ കടബാധ്യത എം.കെ. രാഘവനുണ്ട്. അതിന്റെ റവന്യൂ റിക്കവറി നടപടികളും അദ്ദേഹത്തിനെതിരെ നടക്കുന്നുണ്ട്. ഈ ഒരു വിവരം മറച്ചുവെച്ചുകൊണ്ടാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കടബാധ്യതയെ പറ്റിയോ റവന്യൂ റിക്കവറി നടപടികളെ കുറിച്ചോ എം.കെ. രാഘവൻ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ പ്രസ്താവിച്ചിട്ടില്ല. ഇത് സത്യാവസ്ഥ മറച്ചുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികയായിരുന്നുവെന്നും LDFന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആർട്ടിക്കിൾ 102 പ്രകാരം പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ അയോഗ്യനാണെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. റവന്യൂ റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവിന്റെ പകർപ്പും പരിശോധനയ്ക്ക് വേണ്ടി LDF ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് അയോഗ്യമായതിനാൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിച്ച അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക റദ്ദ് ചെയ്ത് നിന്നും വിലക്കണമെന്നും ഈ അപേക്ഷയിൽ ഈ പരാതിയിൽ പറയുന്നുണ്ട്. മനു, കൂട്ടൻ, അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തികമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കോടതി നടപടികൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നൽകേണ്ടതുണ്ട് നാമനിർദ്ദേശ പത്രികയോടൊപ്പം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, ഒപ്പം തന്നെ അപൂർണമായ പട്ടിക സമർപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിലാണോ ആരോപണം വന്നിരിക്കുന്നത്? മനു, വലിയ ഗൗരവമുള്ള ആരോപണമാണ് ഇപ്പോൾ LDF എം.കെ. രാഘവനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോഴ വിവാദം ഒരു ഭാഗത്ത് കത്തി നിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അഗ്രീൻകോയുമായി ബന്ധപ്പെട്ട ആ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കടബാധ്യതയും അതിന്റെ റവന്യൂ റിക്കവറി വിവരങ്ങൾ സംബന്ധിച്ചും നാമനിർദ്ദേശ പത്രികയിൽ മറച്ചുവെച്ചു എന്നുള്ള ഒരു പുതിയ വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കണ്ണൂരിൽ അഗ്രീൻകോയിൽ അദ്ദേഹം എം.കെ. രാഘവൻ വലിയ കടബാധ്യത ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകളെ കുറിച്ചൊക്കെ അന്വേഷണം നടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് കണ്ണൂരിലെ ഇരിക്കൂറിൽ പെരുമണ്ണിലുള്ള അഗ്രീൻകോയുടെ ഫുഡ് പ്രൊഡക്റ്റ് കമ്പനിയുടെ സൊസൈറ്റിയുടെ ഭാഗമായുള്ള കടബാധ്യത വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. വളരെ ഗൗരവകരമായ പരാതിയാണ് ഇപ്പോൾ LDF ഉന്നയിച്ചിരിക്കുന്നത്. മനു, ശരി. PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി എം.കെ. രാഘവനെതിരെ LDFന്റെ പരാതി. നോമിനേഷൻ റദ്ദാക്കണമെന്നാണ് ആവശ്യം. റവന്യൂ റിക്കവറി വിവരങ്ങൾ മറച്ചുവച്ചാണ് പത്രിക സമർപ്പിച്ചതെന്നാണ് LDFന്റെ പരാതിയിൽ പറയുന്നത്. വളരെ ഗൗരവതരമായ ആരോപണമാണ്, പരാതിയാണ് എം.കെ. രാഘവനെതിരെ വന്നിരിക്കുന്നത്. നേരത്തെ കോഴ ആരോപണത്തിൽ കുടുങ്ങിയ രാഘവന് മറ്റൊരു തിരിച്ചടി കൂടിയായിരിക്കുകയാണ് ഇപ്പോൾ ഈ പരാതി. ഇത് സംബന്ധിച്ച തുടർ നിയമ നടപടികൾ എന്താണെന്ന് വരും സമയങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും. മലപ്പുറം വണ്ടൂരിൽ 3.5 വയസ്സുകാരി മർദ്ദനത്തിന് ഇരയായ സംഭവത്തിൽ ശിശു സംരക്ഷണ സമിതി ഉദ്യോഗസ്ഥർ ഇന്ന് റിപ്പോർട്ട് കൈമാറും. കാളികാവ് പോലീസിനാണ് റിപ്പോർട്ട് നൽകുക. പോഷകാഹാരക്കുറവുള്ളതിനാൽ കുട്ടിയെ ഇന്ന് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്വാലി ചേർന്നുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. സ്വാലി, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ ദുർബലമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കുട്ടിയെ കൊണ്ടുപോവുകയാണോ ഇപ്പോൾ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മനു, കുട്ടിക്ക് കൂടുതൽ പോഷകാഹാര കുറവുണ്ട് എന്ന് ഇന്നലെ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധന വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത്.
അതോടൊപ്പം കുട്ടിയുടെ സഹോദരിമാരായ മറ്റു രണ്ടുപേരെയും ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇന്ന് കാളികാവ് പോലീസിന് റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. കുട്ടിയുടെ വല്യമ്മയാണ് മർദ്ദിച്ചിട്ടുള്ളത്. കഴുത്തിലും കൈകളിലും കാലുകളിലും അടിയേറ്റ പാടുകളുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അയൽവാസികളാണ് ഇക്കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. തുടർന്നാണ് അവരെത്തി പരിശോധിച്ചത്. മലപ്പുറം വണ്ടൂരിലാണ് സംഭവം. മനു. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടിയെ ഇന്ന് പോഷകാഹാരക്കുറവുള്ളതിനാൽ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയനാക്കും. ഒപ്പം തന്നെ ശിശു സംരക്ഷണ സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറും. ഇതിന്റെ തുടർച്ചയായിട്ടായിരിക്കും കേസെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന KM മാണിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേരിയ പുരോഗതിയുണ്ട്. യന്ത്രസഹായമില്ലാതെ സ്വന്തമായി ശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ മരുന്നുകളോട് പ്രതികരിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ബന്ധുക്കളും ഒട്ടേറെ കേരള കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആശുപത്രിയിലെത്തി KM മാണിയെ സന്ദർശിച്ചിരുന്നു. വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 19 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. 2014 ശേഷം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് മറ്റന്നാൾ രാജ്യത്ത് തുടക്കമാകുന്നത്. 543 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കും. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമ്മോയിൽ നിന്ന് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യപ്രചാരണങ്ങൾ ഇന്ന് വൈകുന്നേരം സമാപിക്കും. 17ാം ലോക്സഭയിലേക്കുള്ള ജനഹിതത്തിന്റെ സൂചനകൾ വ്യാഴാഴ്ചയോടെ പ്രകടമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് അമേഠിയിലെ ഗ്രാമങ്ങൾ. വളർത്തു മൃഗങ്ങൾക്ക് ഒപ്പമാണ് പലയിടത്തും മനുഷ്യവാസം. പ്രധാന നഗരമായ ജായസിന് സമീപത്തെ 5 ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നടപ്പാത മാത്രമാണ് ആശ്രയം. 8 മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭ്യത. 400 കുടുംബങ്ങൾ ഒരേയൊരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 5 ചെറുഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ സംഗമിക്കുന്നയിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 2000-ഓളം പേരാണ് ഈ 5 ചെറുഗ്രാമങ്ങളിലായി താമസിക്കുന്നത്. സഫു, പന്നു, ഔലാദ്, ജാക്കിജാൻ, നേവാസ് 5 ഗ്രാമങ്ങൾ. അമേഠിയിലെ പ്രധാന നഗരമായ ജായസിനടുത്താണെങ്കിലും മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും തീണ്ടാപ്പാടകലെ. ഈ ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നന്നേ ഇടുങ്ങിയ നടപ്പാത മാത്രമാണ് ആശ്രയം. ജായസിലേക്കും വഴി ഇടുങ്ങിയതു തന്നെ. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാൻ പോലും വാഹനം കടന്നു ചെല്ലാത്തവയാണ് ഇവിടുത്തെ റോഡുകൾ. നല്ല റോഡിനു വേണ്ടി പരാതിയുമായി മുട്ടിവിളിക്കാത്ത വാതിലുകളില്ല. എന്നാൽ പരിഹാരം മാത്രം അകലെ. 400ഓളം കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഈ കാണുന്ന ഒരേ ഒരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് 2000-ഓളം പേർ ജീവിതം തള്ളി നീക്കുന്നത്. 8 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നത്. 8-10 घंटा जरूर रहते हैं। स्कूल यहाँ नहीं है। अब स्कूल बच्चों को पढ़ाई के लिए जो है दूर ले जाना पड़ता है और रोड साइड से है, इसलिए जो है छोटे छोटे बच्चे सब ऐसे घूमते हैं. റോഡിനടുത്തുള്ള അഴുക്കുചാലിൽ മഴക്കാലത്ത് അരപ്പൊക്കത്തിൽ വെള്ളമുയരും. ഇതോടെ കാൽനടയും ദുരിതമാകും. ഇതിനേക്കാൾ ദുരിതമാണ് സമീപ ഗ്രാമമായ ഗറോളിയിലെ അവസ്ഥ.
ആടുമാടുകൾക്കൊപ്പമാണ് മനുഷ്യവാസം. ആ കാണുന്ന മുറിയിൽ ചാന്ദ് മുഹമ്മദും ഭാര്യയും 3 മക്കളും തലചായ്ക്കും. ഇടതുവശത്ത് 2 വളർത്താടുകളും. ചാന്ദ് മുഹമ്മദിന്റെ അയൽക്കാരൻ രാംചരന്റെ വീട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭിത്തിമറ പോലുമില്ലാതെ 2 എരുമകൾക്കൊപ്പമാണ് 18 മാസമായി ഇദ്ദേഹത്തിന്റെ താമസം. ഇതാണ് രാഹുലിന്റെ അമേഠി. മനുഷ്യനും മൃഗവും ഒറ്റ കൂരയ്ക്ക് കീഴിലാണ് ഇവിടെ താമസം. അമേഠിയിലെ ഖറോളി ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ അതുൽ സിയസിനൊപ്പം ശരത് കെ ശശി. ജയിച്ചാൽ ബിജെപിയിലേക്ക് പോകില്ലെന്ന് പരസ്യം ചെയ്ത കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനെ പരിഹസിച്ച് മുഖ്യമന്ത്രി. ജയിച്ചാൽ കാലുമാറില്ലെന്ന് വോട്ടർമാരോട് പരസ്യം ചെയ്ത് അറിയിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് നേതാക്കൾ എത്തിനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു പിണറായി. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും BJPയിലേക്ക് ചേക്കേറിയ സാഹചര്യത്തിൽ കേരളത്തിലും താമരയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കെ സുധാകരന്റെ പ്രചരണ പരസ്യത്തിനെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. ജയിച്ചാൽ താൻ BJPയിലേക്ക് പോകില്ലെന്ന് പരസ്യം ചെയ്യേണ്ട അവസ്ഥയാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം സുധാകരന്റെ പേരെടുത്ത് പറയാതെ പരാമർശിച്ചു. ഇത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഗതികേടാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ P രാജീവിന്റെ പ്രചരണാർത്ഥം വൈറ്റില, മട്ടാഞ്ചേരി, പറവൂർ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഞാൻ നേരത്തെ ഒരു പരസ്യം കണ്ടു. ഒരു സ്ഥാനാർത്ഥിയുടെ പരസ്യമാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പരസ്യത്തിലൂടെ പറയുന്നത് കാലുമാറില്ല. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണം നിങ്ങൾ. ഇങ്ങനൊരു ഗതികേടൊരു പാർട്ടിക്ക് വരാനുണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരം ജനങ്ങൾ നൽകും. കഴിഞ്ഞ UDF സർക്കാർ അഴിമതിയിൽ മുങ്ങിയെങ്കിൽ LDF സർക്കാർ ഇന്ത്യയിലെ അഴിമതിയില്ലാത്ത ഏക സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന് രാജ്യവും വിവിധ ഏജൻസികളും സാക്ഷ്യപ്പെടുത്തും. കേരളത്തിന് 2 ഭാഗം, ഒന്ന് തീരദേശം, മറ്റൊന്ന് മലയോരം. ഈ രണ്ടിടത്തും ഓരോ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ. ഈ 2 ഹൈവേയും യാഥാർത്ഥ്യമാക്കാൻ 10,000 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് LDF ഗവൺമെന്റ് ഉള്ളത് കൊണ്ടല്ലേ. പ്രചരണ യോഗങ്ങളിൽ വലിയ പങ്കാളിത്തവും ഹൃദ്യമായ സ്വീകരണവുമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. എറണാകുളത്തിന്റെ മാറ്റത്തിനായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവിനെ വിജയിപ്പിക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ അലയടിക്കുന്നത് ഇടതു തരംഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയെ പുറത്താക്കാൻ കോൺഗ്രസിനെ ഒറ്റകക്ഷിയാക്കണമെന്ന AK ആന്റണിയുടെ പ്രസ്താവന ജനശ്രദ്ധ തിരിക്കാനാണ്. കോൺഗ്രസ് ഒറ്റകക്ഷിയായ പല സംസ്ഥാനങ്ങളിലും BJPയാണ് ഭരിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്തെത്തിയത്. BJPയെ പുറത്താക്കാൻ കോൺഗ്രസിനെ ഒറ്റകക്ഷിയാക്കണമെന്ന AK ആന്റണിയുടെ പ്രസ്താവന കേരളത്തിലെ ഇടതുതരംഗത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ്. 2004-ൽ ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ് BJPയെ പുറത്താക്കി 1ാം UPA സർക്കാർ രൂപീകരിച്ചത്. അതിനാൽ BJPയെ പുറത്താക്കാൻ കോൺഗ്രസ് ജയിക്കണമെന്ന വാദം നിരർത്ഥകമാണ്. കോൺഗ്രസ് ഒറ്റകക്ഷിയായ ഗോവയിലും മണിപ്പൂരിലും അരുണാചലിലും ഭരിക്കുന്നത് BJPയാണ്. ദേവഗൌഡയും VP സിംഗും പ്രധാനമന്ത്രിമാരായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നപ്പോഴല്ലെന്നും ചരിത്ര വസ്തുതകൾ നിരത്തി കോടിയേരി പറഞ്ഞു. ഇപ്പോൾ AK ആന്റണി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, BJPയെ പുറത്താക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഇടതുപക്ഷത്തിന് 18 സീറ്റ് കിട്ടിയത് കൊണ്ടല്ലേ 2004-ൽ BJPയെ പുറത്താക്കാൻ സാധിച്ചത്. അന്ന് കേരളത്തിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിച്ചില്ല. കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായാലേ BJPയെ പുറത്താക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസ് ഒറ്റ കക്ഷിയായതുകൊണ്ടല്ല മൻമോഹൻ സിംഗ് മന്ത്രിസഭ രൂപീകരിച്ചതെന്ന വസ്തുത AK ആന്റണി ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ്. പാർലമെന്റിൽ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച ശേഷം കെട്ടിപ്പിടിച്ച് പരിഹാസനായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും കോടിയേരി പറഞ്ഞു. കുമരകത്തും പാമ്പാടിയിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരികെ വാർത്തകളിലേക്ക്. തന്നെ കീചകൻ എന്ന് വിളിച്ച കോൺഗ്രസ് നേതാവ് AK ആന്റണിക്ക് RSSന്റെ സ്വരമെന്ന് P ജയരാജൻ. RSSനെ പ്രീണിപ്പിച്ച് വോട്ടുകൾ നേടാനുള്ള നീക്കമാണ് ആന്റണി ശ്രമിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന UDF പൊതുയോഗത്തിലാണ് AK ആന്റണി വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജനെ വ്യക്തിപരമായി അവഹേളിച്ച് സംസാരിച്ചത്. P ജയരാജനെ കീചകനോട് ഉപമിച്ചായിരുന്നു ആന്റണിയുടെ പ്രസംഗം. AK ആന്റണിക്ക് RSSന്റെ സ്വരമാണെന്നായിരുന്നു P ജയരാജന്റെ പ്രതികരണം.
RSSനെ പ്രീണിപ്പിക്കാനാണ് ആന്റണി വ്യക്തിഹത്യ നടത്തുന്നത്. ഇതുവഴി RSS വോട്ടുകൾ കോൺഗ്രസിന് ഉറപ്പിക്കാനാണ് ആന്റണിയുടെ ശ്രമമെന്നും ജയരാജൻ പറഞ്ഞു. വടകര മണ്ഡലത്തിൽ ചരിത്ര വിജയം LDFന് ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വ്യക്തിഹത്യയിലൂടെ RSS BJPയെ പ്രീതിപ്പെടുത്തുക, അതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊണ്ട് BJPയുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭ്യമാക്കുക. ഈ ഹീനശ്രമം കോൺഗ്രസാണ് നടത്തുന്നത്. കോൺഗ്രസിന്റെയും RSSന്റെയും നീക്കങ്ങൾ വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളയുമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. PV കുട്ടൻ, കോഴിക്കോട്. കൊല്ലത്ത് UDF കൗൺസിലർ പ്രേമുഷാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനായി ഇറങ്ങി. RSPയുടെ ഭാഗമായി നിന്ന നേതാവാണ് പ്രേമുഷാർ. RSPക്ക് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടതും UDF സ്ഥാനാർത്ഥിയുടെ സംഘപരിവാർ ബന്ധത്തിലും മനനൊന്താണ് താൻ UDF ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് പ്രേമുഷാർ പറഞ്ഞു. പതിറ്റാണ്ടുകളായി UDFന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുവന്ന പ്രേമുഷാർ RSP ബന്ധം ഉപേക്ഷിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ്. അദ്ദേഹം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് ഭവന സന്ദർശനം ആരംഭിച്ചു. ഇന്നലെ വരെ ഞാൻ വന്ന് UDFന് ഔട്ട് വെച്ചത്, ഇപ്പൊ ഞാൻ ശരി കണ്ടെത്തി. അരിവാൾ ചുറ്റ നക്ഷത്രത്തിന് വോട്ട് ചെയ്യണം കേട്ടോ. നമുക്കെല്ലാം ഒരുമിച്ച് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്ത് കൂടേണ്ടുന്നത് രാജ്യത്തിന് ഇന്ന് ആവശ്യമാണെന്ന് പ്രേമുഷാർ പറഞ്ഞു. ക്കെതിരെ നിരപേക്ഷത ഗവൺമെന്റ് കേന്ദ്രത്തിലുണ്ടാകുമ്പോൾ ഉറച്ച നിലപാടിൽ നിൽക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ വിജയിച്ചു വരുന്ന പാർലമെന്റ് അംഗങ്ങൾക്ക് മാത്രമേ കഴിയുമെന്ന് യാതൊരു സംശയമില്ല. പല അനുഭവങ്ങളിലൂടെ നമുക്ക് RSP എന്ന പാർട്ടിക്കിന്ന് ദിശാബോധം നഷ്ടപ്പെട്ട് ഏതാനും വ്യക്തികളുടെ കളിപ്പാവയായെന്നും സംഘപരിവാർ ബന്ധം UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ തന്നെ വേദികളിൽ ചർച്ചയാക്കുന്നത് കുറ്റബോധം കൊണ്ടാണെന്നും പ്രേമുഷാർ ആരോപിച്ചു. ആ പാർലമെന്റ് അംഗം സ്ഥാനാർത്ഥി ശ്രീ പ്രേമചന്ദ്രൻ തന്നെ ഓരോ വേദികളിലും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ സംഘീയാരോപണത്തെക്കുറിച്ചാണ് അദ്ദേഹം കടന്നില്ലെന്ന വേദികളിൽ മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത്, അദ്ദേഹം പ്രസംഗിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ വടക്കേവിള ഡിവിഷനിലെ കൗൺസിലറാണ് പ്രേമുഷാർ. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും മാറ്റം വരണം. അതിന് ഇടതുപക്ഷം ഉണ്ടാകണം, എങ്കിലേ അതിനൊരു ഉറപ്പുള്ളൂ. കോൺഗ്രസിനെ മാത്രം ആശ്രയിച്ച് ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ബോധമാണ് ഇത്രയും കാലം UDFന്റെ കൗൺസിലറായിരുന്ന പ്രേമുഷാറിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും. വടക്കേവിളയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നോട്ടീസിനെതിരെ വിവാദമുയർത്തി LDF. BJPക്കോ മോദിക്കോ എതിരെ ഒരു വാക്ക് പോലും ഇല്ലാത്തതാണ് അഭ്യർത്ഥനയെന്നാണ് ആക്ഷേപം. സംഭവം വിവാദമായതിനു പിന്നാലെ പുതിയ അഭ്യർത്ഥന പുറത്തിറക്കിയിരിക്കുകയാണ് UDF. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് വോട്ട് അഭ്യർത്ഥിച്ച് പുറത്തിറക്കിയ അഭ്യർത്ഥന നോട്ടീസാണ് വിവാദമായത്. ഒരു പേജിൽ തയ്യാറാക്കിയ അഭ്യർത്ഥനയിൽ കേന്ദ്ര സർക്കാരിനെയോ നരേന്ദ്രമോദിയോ ഒരിടത്തും വിമർശിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അതേസമയം കേരളത്തിലെ സംഘർഷഭരിതമായ സാഹചര്യത്തെ അഭ്യർത്ഥനയിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോപണവുമായി ഇടതുമുന്നണി രംഗത്ത് വന്നത്. UDF BJP കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് ഇടതുമുന്നണിയുടെ ആക്ഷേപം. ആ അഭ്യർത്ഥനയിൽ അദ്ദേഹം എവിടെയും BJP, RSS, നരേന്ദ്രമോദി, കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദങ്ങളൊന്നും തൻ്റെ അഭ്യർത്ഥനയിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി നിലപാടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയെ പരാമർശിക്കാത്ത അഭ്യർത്ഥന UDFനുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കി. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിലെ അതൃപ്തി രേഖപ്പെടുത്തിയതോടെ പുതിയ അഭ്യർത്ഥന പുറത്തിറക്കി. നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും RSSനെയും ഇപ്പോൾ ആവശ്യത്തിന് വിമർശിക്കാൻ പുതിയ നോട്ടീസിൽ UDF തയ്യാറായി. അതേസമയം മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പ് വന്ന ഘട്ടത്തിൽ ആദ്യ അഭ്യർത്ഥന പിൻവലിച്ചു പുതിയതിറക്കിയതാണെന്ന ആക്ഷേപവും ഇടതുമുന്നണി ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയനാട്ടുകാർ തെരഞ്ഞെടുക്കേണ്ടത് PP സുനീറിനെയാണെന്ന് CK ജാനു. ജനാധിപത്യ രാഷ്ട്രീയ സഭ LDFന് നിരുപാധിക പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യത്ത് ആദിവാസികൾ നിരവധി പ്രശ്നങ്ങളെ നേരിട്ടപ്പോൾ ദേശീയ ഭരണ നേതൃത്വങ്ങൾ അവഗണിക്കുകയായിരുന്നുവെന്നും CK ജാനു പറഞ്ഞു. വനാവകാശ നിയമം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പൂർണ്ണമായി നടപ്പാക്കുന്നില്ല. UDF കേരളത്തിൽ ആദിവാസികൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ല. ആദിവാസികൾക്കെതിരെയായിരുന്നു എന്നതാണ് ചരിത്രം. അവരെ വിശ്വസിക്കാനാകില്ല. കഷ്ടപ്പാടുകൾ കാണാനും പരിഹാരമുണ്ടാക്കാനും സാധിക്കുന്ന ഒരാളെയാണ് വിജയിപ്പിക്കേണ്ടതെന്നും
വയനാട്ടിൽ സുനീർ വിജയിക്കണമെന്നും CK ജാനു പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആദിവാസി, മറ്റുതര സമുദായങ്ങൾ, തോട്ടം തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ട് ഒരു പ്രക്ഷോഭ രംഗത്ത് നിന്നത് ഇടതുപക്ഷം പോലെയുള്ള മുന്നണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പശ്ചാത്തലത്തിന്റെ സാഹചര്യത്തിലാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി JRP ഇടതു മുന്നണിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോൾ അതിനോടൊപ്പം ഇപ്പോൾ ഈ മണ്ഡലത്തിൽ, വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന PP സുനീറിന് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ശരിക്കും ഇപ്പോൾ നടത്തുന്നത്. സ്വാധീന മേഖലകളിൽ വീടുകൾ കയറിയുള്ള പ്രചാരണം പ്രവർത്തകർ ആരംഭിച്ചു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കൂടുതൽ സജീവമാവുകയാണെന്നും CK ജാനു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വയനാട്. മോദിയും അമിത്ഷായും ശതകോടീശ്വരന്മാരും അടങ്ങുന്നവരാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലഭിച്ച ഈ അവസരം ജനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും VS അച്യുതാനന്ദൻ. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തിരുവല്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VS. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാനാണ് മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ മണ്ഡലത്തിൽ എത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് തിരുവല്ല മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം VS അച്യുതാനന്ദൻ നിർവഹിച്ചു. മോദിയും അമിത്ഷായും ശതകോടീശ്വരന്മാരും അടങ്ങുന്നവരാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച അവസരം ജനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. മോദിയും അമിത്ഷായും പിന്നെ കുറെ ശതകോടീശ്വരന്മാരും ചേർന്നാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മുടെ നാടിനെ ഗ്രസിച്ച ഈ ദുരന്തത്തെ അധികാരത്തിൽ നിന്നും അകറ്റാൻ നമുക്കുള്ള ഏക മാർഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മാത്യു ടി തോമസ് MLA അധ്യക്ഷനായ യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനന്തഗോപൻ, LDF നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് R സനൽകുമാർ, LDF ജില്ലാ കൺവീനർ അലക്സ് കണ്ണവല, ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. CPIMന്റെ കലാജാഥയ്ക്കെതിരെ RSS ആക്രമണം. പെൺകുട്ടികളെ രക്ഷിക്കുന്നതിനിടെ CPIM നേതാവിന് മർദ്ദനമേറ്റു. കടവൂർ TSS ലൈബ്രറി പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രൻ നായർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് നേരെയായിരുന്നു സംഘപരിവാർ ആക്രമണം. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കടവൂർ ജംഗ്ഷനിൽ അവതരിപ്പിച്ച കലാജാഥയിലാണ് ആക്രമണം ഉണ്ടായത്. കലാജാഥ അവതരിപ്പിച്ചപ്പോഴാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിനു നേരെ 8ഓളം വരുന്ന RSS സംഘം ആക്രമണം നടത്തിയത്. കടവൂരിലെ RSS പ്രവർത്തകരായ ശ്രീകുമാർ, ബിനു K രാജ, നന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് പെൺകുട്ടികൾക്കു നേരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആക്രമണം തടയാനെത്തിയ കടവൂർ TSS ലൈബ്രറി പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രൻ നായർക്ക് മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ പഴുതടച്ച കുറ്റപത്രം തയ്യാറാക്കി പ്രോസിക്യൂഷൻ. ഒരു ബിഷപ്പ് തന്റെ കീഴിലുള്ള കന്യാസ്ത്രീയുടെ പരാതിയിൽ വിചാരണ നേരിടുന്ന ആദ്യ കേസ് എന്ന നിലയിൽ വളരെ സൂക്ഷ്മമായും വസ്തുതാപരമായും തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ കുറ്റപത്രം തയ്യാറാക്കിയത്. കുറ്റപത്രം പാലാ കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രതിക്കെതിരെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അന്യായമായി തടഞ്ഞുവെക്കൽ, അധികാര ദുർവിനിയോഗം നടത്തിയുള്ള ലൈംഗിക പീഡനം, പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, സ്വാധീനം ഉപയോഗിച്ച് ഒരേ സ്ത്രീയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു തുടങ്ങിയ 5 വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. ജീവിതകാലം മുഴുവനോ 10 വർഷത്തിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പലതും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവരടക്കം 4 ബിഷപ്പുമാരും 25 കന്യാസ്ത്രീകളും 11 വൈദികരുമടക്കം 83 സാക്ഷികളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കുറ്റപത്രത്തിലുള്ളത്. പ്രധാനപ്പെട്ട 10 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയ 7 മജിസ്ട്രേറ്റുമാരും ഈ കേസിൽ സാക്ഷികളാണ്. മൊഴികളും രേഖകളും ഉൾപ്പെടെ 2000 പേജുകൾ വരുന്ന കുറ്റപത്രത്തോടൊപ്പം 101 രേഖകളും കോടതിയിൽ ഹാജരാക്കും. സാക്ഷികളുടെ കൂറുമാറ്റം തടയുന്നതിന് മുഴുവൻ സാക്ഷികളുടെ മൊഴികളും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബുവിന്റെയും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ജില്ലാ പോലീസ് മേധാവി
ഹരിശങ്കറിന്റെയും നിർദ്ദേശങ്ങളനുസരിച്ചാണ് അന്തിമ കുറ്റപത്രം തയ്യാറാക്കിയത്. വൈക്കം ഡിവൈഎസ്പി കെ സുഭാഷ്, SI MP മോഹൻദാസ് എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അഭയ കേസിൽ ഒന്നാം പ്രതിയായ ഫാദർ കോട്ടൂരാൻ, ഒപ്പം തന്നെ സിസ്റ്റർ സെഫി എന്നിവർ വിചാരണ നേരിടണമെന്ന് വന്നിരിക്കുന്നു. കോടതിയുടെ വിധി വന്നിരിക്കുന്നു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിച്ചിരിക്കുന്നത്? ഫാദർ കോട്ടൂരും ഒപ്പം തന്നെ സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതായാലും പ്രധാനമായും 3-4 ഹർജികളാണ് അഭയ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണം എന്ന് ഉള്ള തിരുവനന്തപുരം CBI കോടതി ഉത്തരവിനെതിരെ ഈ 2 പ്രതികളും സമർപ്പിച്ച ഒരു ഹർജിയും, രണ്ടാം പ്രതി ഫാദർ ജോസ് പുതുർഗയിലിനെ വിചാരണ കൂടാതെ വിട്ടയച്ച CBI കോടതി വിധിക്കെതിരെ ജോമോൻ പുത്തമ്പരക്കൽ സമർപ്പിച്ച ഹർജിയുമാണ് പ്രധാനമായും പരിഗണിച്ചത്. അതിൽ തോമസ് കോട്ടൂരിന്റെയും സിസ്റ്റർ സെഫിയുടെയും ഹർജികൾ കോടതി തള്ളി. അതിൽ കോടതി പറയുന്നത് ഇവർ ഇരുവരും വിചാരണ നേരിടണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കേസിൽ ഒന്നാം പ്രതിയാണ് ഫാദർ തോമസ് കോട്ടൂർ, മൂന്നാം പ്രതിയാണ് സിസ്റ്റർ സെഫി. ഇവർ രണ്ടുപേരും വിചാരണ നേരിടണം എന്ന് മുൻപ് തന്നെ തിരുവനന്തപുരത്തെ വിചാരണ കോടതിയായ തിരുവനന്തപുരത്തെ CBI കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനെതിരെയാണ് ഇരുവരും ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ഇരുവരുടെയും ഹർജി ഹൈക്കോടതി അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ ഇനി വിചാരണ നേരിടണം. മറ്റൊന്ന്, ഈ കേസിലെ രണ്ടാം പ്രതിയായ ഫാദർ ജോസ് പൂത്തുർഗയിലിനെ CBI കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. വിചാരണ കൂടാതെ തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു. അതിനെതിരെ അഭയ കേസ് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോമോൻ പുത്തമ്പരക്കലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ജോസ് പുതുർഗയിലിനെ വെറുതെ വിട്ട നടപടി റദ്ദാക്കി ജോസ് പുതുർഗയിലിനെയും വിചാരണ നേരിടണം എന്ന് ഉത്തരവിടണം എന്നുള്ളതായിരുന്നു ജോമോൻ പുത്തമ്പരക്കലിന്റെ ഹർജിയിലെ ആവശ്യം. പക്ഷെ അത് കോടതി അംഗീകരിച്ചില്ല. ജോസ് പുതുർഗയിൽ ഇനി വിചാരണ നേരിടേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ CBI കോടതി മറ്റൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ 4ാം പ്രതിയായിരുന്ന മുൻ ക്രൈംബ്രാഞ്ച് SPയും ആയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനുമായിരുന്ന KT മൈക്കിൾ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് CBI കോടതി അംഗീകരിച്ചിരുന്നു. പക്ഷേ അതും കോടതി റദ്ദാക്കി. തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അന്ന് DYSPയും പിന്നീട് ക്രൈംബ്രാഞ്ച് SPയുമായി മാറിയ KT മൈക്കിളിനെ CBI പ്രതി ചേർത്തത്. അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് KT മൈക്കിളാണ് കോടതിയെ സമീപിച്ചത്. KT മൈക്കിളിന് ഹർജിയും കോടതി അംഗീകരിച്ചു. അപ്പോൾ KT മൈക്കിളിനെ പ്രതിയാക്കാൻ ഇനി കഴിയില്ല. ചുരുക്കത്തിൽ അഭയ കേസിൽ ഇനി അവശേഷിക്കുന്നത് 2 പ്രതികൾ മാത്രമാണ്. ഫാദർ തോമസ് M കോട്ടൂരും ഒന്നാം പ്രതിയാണ്. കേസിലെ 3ാം പ്രതിയായ സിസ്റ്റർ സെഫിയുമാണ് ഇനി അവശേഷിക്കുന്ന 2 പ്രതികൾ. ബാക്കി 2 പ്രതികൾ, 2ാം പ്രതി ജോസ് പുതുർഗയിൽ, 4ാം പ്രതി KT മൈക്കിൾ എന്നിവരെ ഹൈക്കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. തീർച്ചയായും സാലി, കൃത്യമായും വലിയ തിരിച്ചടിയാണ് പ്രതികൾക്ക് നേരിടേണ്ടി വന്നത്. കാരണം വിചാരണ കോടതി നടപടി ഹൈക്കോടതി തോമസ് കോട്ടൂരിന്റെയും സിസ്റ്റർ സെഫിയുടെയും കാര്യത്തിൽ ശരിവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇരുവർക്കുമെതിരെ ഇപ്പോൾ നിൽക്കുന്ന തെളിവുകൾ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് തന്നെയല്ലേ ഹൈക്കോടതിയുടെ നടപടിയിലൂടെ വ്യക്തമാകുന്നത്? തീർച്ചയായും വർഷങ്ങൾ നീണ്ട, പതിറ്റാണ്ടുകൾ നീണ്ട നിയമയുദ്ധം ഇക്കാര്യത്തിലുണ്ടായി. നമുക്കറിയാം, 92 ജനുവരി 24 കോട്ടയത്തെ പയസ്റ്റന്റ് കോൺവെന്റ് കിണറ്റിൽ സിസ്റ്റർ അഭയുടെ ജഡം കണ്ടെത്തിയത്. അന്നു മുതൽ തുടങ്ങിയ നിയമ പോരാട്ടമാണ്. 2008 ഒക്ടോബർ 18, 19 തീയതികളിലാണ് ഈ 3 പേരെ, 2 വൈദികരെയും 1 കന്യാസ്ത്രീയും CBI അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇവർ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മുഖ്യപ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിനെതിരെയുള്ള CBIയുടെ കണ്ടെത്തൽ ഇവയാണ്. സിസ്റ്റർ അഭയെ തലയ്ക്കടിച്ച് വീഴ്ത്തി കിണറ്റിലേക്ക് എടുത്തിട്ടത് ഫാദർ തോമസ് M കോട്ടൂരാണ് എന്ന് ഒരു ദൃക്സാക്ഷി മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ, അയൽവാസിയായിരുന്ന ഒരാളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ CBI കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ഒരു കുറ്റപത്രമാണ് ഫാദർ തോമസ് കോട്ടൂരിനെ മുഖ്യപ്രതിയാക്കിക്കൊണ്ട് CBI കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. തുല്യ പങ്കാളിത്തമുള്ള 2-3 പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു CBI കുറ്റപത്രം തയ്യാറാക്കിയതെങ്കിലും ഈ ഫാദർ തോമസ് M കോട്ടൂരിനൊപ്പം കേസിൽ പ്രതിയായ ഫാദർ ജോസ് പുതുർഗയിലിനെ പിന്നീട് CBI കോടതി തെളിവില്ലെന്ന് കണ്ട് കുറ്റപത്രം നൽകുന്നതിൽ വിചാരണ നടത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. CBI ആരോപിച്ചിരുന്നത് ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ അഭയെ കൊല്ലുന്നതിന് ജോസ് പുതുർഗയിൽ കൂട്ടുനിന്നു എന്നുള്ളതാണ്. തലയ്ക്ക് അടിയേറ്റ് നിലത്ത് വീണ അഭയെ കിണറ്റിലേക്ക് എടുത്തെറിയാൻ സഹായിച്ചത് ജോസ് പുതുർഗയിലാണ് എന്ന് കണ്ടെത്തിക്കൊണ്ടായിരുന്നു CBI 2ാം പ്രതിയായി ജോസ് പുതുർഗയിലിനെ ഉൾപ്പെടുത്തിയത്. പക്ഷേ അത്തരത്തിൽ കണ്ടെത്താൻ ആവശ്യമായ ഒരു തെളിവും CBIക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്ത് CBI കോടതി പുതുർഗയിലിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അത് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രതിയായിട്ടുള്ള സിസ്റ്റർ സെഫിയാണ്. ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി സിസ്റ്റർ സെഫി എന്നുള്ളതാണ് CBI സിസ്റ്റർ സെഫിക്കെതിരായി ചുമത്തിയിരിക്കുന്ന കുറ്റം. ഫാദർ കോട്ടൂര് അഭയുടെ തലക്കടിച്ചപ്പോൾ ആ കുറ്റകൃത്യം നടത്താൻ പ്രേരണ നൽകിയ ആളാണ് സിസ്റ്റർ സെഫി എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാം പ്രതിക്കെതിരായതും മൂന്നാം പ്രതിക്കെതിരായത്, അതായത് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ, മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നീ രണ്ടുപേർക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അവർ വിചാരണ നേരിടണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാം പ്രതിയായിരുന്നു ജോസ് പുതുർഗയിലിനെ CBI കോടതി വെറുതെ വിട്ടത് അംഗീകരിച്ചു. ഒപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കേസായി വന്നത് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്ന് DYSPയും പിന്നീട് ക്രൈംബ്രാഞ്ച് SP-യുമായ KT മൈക്കിൾ ആയിരുന്നു. KT മൈക്കിൾ എന്നെ നാലാം പ്രതിയാക്കി പിന്നീട് CBI ഉൾപ്പെടുത്തിയിരുന്നു. അതിന് CBI കണ്ടെത്തിയ കാര്യം, ഇതിൽ ആദ്യം പൈസ്റ്റൻസ് കോൺവെന്റിൽ എത്തിയത് KT മൈക്കിളാണ്. അയാൾ ഈ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തെളിവ് നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്നു എന്നുള്ളതായിരുന്നു KT മൈക്കിളിനെതിരായ കുറ്റം. പക്ഷെ അത് തെളിയിക്കാൻ CBIക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KT മൈക്കിളിനെ ഒഴിവാക്കി. KT മൈക്കിളിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിലെ പ്രതികളായ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും മറ്റൊരു ഹർജിയും കൊടുത്തിരുന്നു. ഈ ഹർജികളും കൂടി പരിഗണിച്ചാണ് ഇവരെ ഈ KT മൈക്കിളിനെ പ്രതിയാക്കാൻ ഉള്ള സാഹചര്യമോ തെളിവുകളോ ഇപ്പോഴില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും സാർ, ഏകദേശം 1/4 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന നിയമ നടപടികൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അതിന്റെ തുടർ നിയമ നടപടികൾ, ഇനി വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ പുതുർക്കയിലിനെ ഒഴിവാക്കിയ വിചാരണ കോടതി നടപടി ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ തെളിവുകൾ ഇനി ശേഖരിക്കാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അവർ സമർപ്പിച്ച തെളിവുകൾ ഹൈക്കോടതിക്ക് മുന്നിൽ വീണ്ടും ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യമോ കാണുന്നുണ്ടോ? ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ്, ഇപ്പോൾ ജസ്റ്റിസ് സുനിൽ തോമസിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CBIക്ക് മുന്നിൽ ഇതിനെതിരെ വേണമെങ്കിൽ അപ്പീൽ പോകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷേ ഈ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കേസ് എന്ന നിലയ്ക്കൊക്കെ CBI അതിന് മുതിരുമോ എന്ന് കണ്ടറിയണം. എങ്കിലും നിയമവഴികൾ CBIക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിലെ പ്രധാനപ്പെട്ട 2 പ്രതികൾക്കെതിരായ CBI കണ്ടെത്തിയ തെളിവുകൾ പ്രാഥമികമായി ഹൈക്കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് വേണം ഇന്നത്തെ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ CBI സംബന്ധിച്ചിടത്തോളം ഭാഗികമായി ആശ്വാസകരമാണ് ഇന്നത്തെ വിധി. രണ്ടാം പ്രതി ജോസ് പുതുർഗയിലിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള CBI കോടതി വിധി ശരിവെച്ചതോടുകൂടി അതൊരു തിരിച്ചടിയാണ് CBIക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനെതിരെ ഉയർന്ന കോടതികളെ, അത് ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീം കോടതിയെയോ CBI സമീപിക്കുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ. തീർച്ചയായും സാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 1/4 നൂറ്റാണ്ടോളമായിരിക്കുന്നു ഈ കേസും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും തുടരുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഹൈക്കോടതി ഫാദർ തോമസ് കോട്ടൂരിനെയും ഒപ്പം തന്നെ സിസ്റ്റർ സെഫിയെയും അവർ വിചാരണ നേരിടണം എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കാവുന്ന ചലനങ്ങൾ, പ്രത്യേകിച്ചും സഭയ്ക്കുള്ളിലും ഒപ്പം തന്നെ അഭയോട് അടുത്ത വൃത്തങ്ങളിലും സൃഷ്ടിക്കാവുന്ന ചലനങ്ങൾ, അതുകൂടി നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി കണക്കിലെടുക്കേണ്ടതല്ലേ? നിലവിലെ സാഹചര്യത്തിൽ അഭയയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. നീതി ലഭിക്കാതെ തന്നെ സിസ്റ്റർ അഭയുടെ മാതാപിതാക്കൾ തോമസും ഭാര്യയും മരിക്കുകയും ചെയ്തു. വളരെ പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടമാണ് അവർ നടത്തിയത്. സമാന്തരമായി സിസ്റ്റർ അഭയയുമായി ബന്ധപ്പെട്ട് ജോമൻ പുത്തമ്പുരക്കലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നിയമ പോരാട്ടം നടത്തി. അപ്പോൾ അതിന്റെ എല്ലാം ഫലമായി തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണം വന്നതും CBI അന്വേഷണത്തിന് CBI തയ്യാറായതും ഒക്കെയുള്ള വിഷയങ്ങൾ. ഈ നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെയാണ് സിസ്റ്റർ അഭയുടെ മാതാപിതാക്കളും ആക്ഷൻ കൗൺസിലും നേടിയെടുത്തത്. ചുരുക്കത്തിൽ ഇപ്പോൾ 2 പ്രതികൾക്ക് വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി പറഞ്ഞതോടുകൂടി ഭാഗികമായെങ്കിലും സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരും. ഇനിയുള്ളത് വിചാരണ കോടതിയാണ്. ഇപ്പോൾ ശ്രീ ജോമോൻ പുത്തമ്പുരക്കൽ നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോമോൻ പുത്തമ്പുരക്കൽ, തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതായത് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന തെളിവുകൾ ഇപ്പോഴും പ്രസക്തമാണ്, അത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ അപ്പോഴും ഫാദർ ജോസ് പുതുർക്കയിലിനെ ഒഴിവാക്കിയ വിചാരണ കോടതി നടപടി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താൻ കഴിയും ഈ സാഹചര്യത്തെ? അല്ല, ഞാൻ കൊടുത്ത അപ്പീൽ പ്രോസിക്യൂഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് കാരണത്താലാണ് എന്റെ ഹർജി ഈ അലവ് ചെയ്യാത്തത്, ഞാൻ കൊടുത്ത പെറ്റീഷൻ അലവ് ചെയ്യാത്തത്? CBIയുടെ കേസ് ഒരു കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഭാഗമായി CBI ആണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. അവർ ഫയൽ ചെയ്യുന്നു,
വെറുതെ വിട്ടപ്പം പറയുകയും ചെയ്തതാണ്. എന്നിട്ട് അതിന്റെ പേഴ്സണൽ മന്ത്രാലയത്തോട് അനുമതി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല. അതിനുശേഷം അപ്പീൽ ഫയൽ ചെയ്യാത്ത പ്രതിയെ സഹായിച്ചതിനെതിരെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർക്കും പ്രധാനമന്ത്രിക്കും എല്ലാം ഞാൻ പരാതി കൊടുത്തതിനെ തുടർന്ന് അവർക്കെതിരെ നടപടി അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ നടപടി വന്നപ്പോഴാണ് അവരിപ്പം കഴിഞ്ഞ ഫെബ്രുവരി 19 ഹൈക്കോടതിയിൽ വേറൊരു ബെഞ്ച് കൊണ്ടുവന്ന് ഫയൽ ചെയ്തു. അവിടെ നോട്ടീസ് ഓർഡറായി. ഈ ബെഞ്ചിൽ വന്നിട്ടില്ല. അപ്പം ഇവിടെ 6 മാസക്കാലം ഇതിന്റെ വിചാരണ നടന്ന സമയത്ത്, വാദം നടന്ന സമയത്ത് CBI അപ്പീൽ 2ാം പ്രതി വിട്ടതിനെതിരെ ഫയൽ ചെയ്തില്ല. ഫയൽ ചെയ്യാൻ സെക്യൂരിറ്റി ഇപ്പോൾ പ്രതിയെ സഹായിക്കുന്ന നിലപാടെടുത്തു. അപ്പം പ്രോസിക്യൂഷന്റെ ഭാഗമായി CBI ആണ് ഒരു കേസിൽ പ്രതിയെ വെറുതെ വിട്ടാൽ, വിചാരണ കൂടാതെ വെറുതെ വിട്ടാൽ അപ്പീൽ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് കേസിലും അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും വിചാരണ നടത്താൻ പ്രാപ്തമായ ഒരു കേസിൽ കുറ്റകൃത്യമായി കുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രതിയെ മാത്രമേ, പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്ന ഒരു പ്രതിയെ മാത്രമേ കുറ്റകൃത്യത്തിൽ നിന്നും വിചാരണ നടത്താതെ ഡിസ്ചാർജ് അലവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം ഈ കേസിൽ 2ാം പ്രതിക്ക് വളരെ വ്യക്തമായ പ്രകടമായ ബന്ധമുണ്ടെന്നും അന്വേഷണത്തിൽ തന്നെ കുറ്റപത്രത്തിൽ തന്നെ എല്ലാം തെളിഞ്ഞിരിക്കുന്ന ആ കേസിൽ അപ്പീൽ ഫയൽ ചെയ്യാതെ CBI തെക്കുടത്ത് നടന്നു. ഒടുവിൽ വേറെ ബെഞ്ച് ഫയൽ ചെയ്തു. വാദം പൂർത്തിയാക്കി വിധി പറയാൻ 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ബെഞ്ച് വരാതെ വേറെ ബെഞ്ച് കൊണ്ട് ഫയൽ ചെയ്തു, പേരിന് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം CBI അഭയ കേസിലെ പ്രതികളെ സഹായിക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചു എന്ന് വളരെ വ്യക്തമായിരിക്കും. അതായത് സിസ്റ്റർ അഭയക്ക് ഇപ്പോഴും നീതി ലഭ്യമായിട്ടില്ല. ഈ CBI-യിലടക്കം അതിന്റെ തെളിവാണ്. CBI-യിലടക്കം ഉന്നതമായ ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് പുതുർക്കലിനെ വെറുതെ വിട്ടെന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, 27 വർഷമായിട്ട് ഇപ്പോഴും വിചാരണ നടത്താതെ ഈ കേസ് നീട്ടിക്കൊണ്ട് പോകുന്ന പ്രതികളെ സഹായിക്കാനുള്ളത് CBI യാതൊരു താല്പര്യവും കാട്ടിയിട്ടില്ല. അപ്പം CBI താല്പര്യം കാട്ടാതെ തെക്കൂടെ കടന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പം അവർ അപ്പീൽ ഫയൽ ചെയ്തു വേറെ ബെഞ്ചിൽ. അതെങ്ങനെ എന്റെ പരാതി തുടർന്ന് നടപടി വരുമെന്ന് പറഞ്ഞപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇവർക്കെതിരെ അന്വേഷിക്കാൻ ഓർഡറായപ്പോഴാണ് ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞ ഫെബ്രുവരി 19 കൊണ്ട് ഫയൽ ചെയ്ത് രാഷ്ട്രപതി ജഡ്ജിന്റെ ബെഞ്ചിലാണ് വന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മാറിയപ്പോൾ അലക്സാണ്ടർ ജയിന്റെ ബെഞ്ചിൽ ഇന്നലെ വന്നു. നോട്ടീസ് ഓർഡറായി ഡിലേ കണ്ടോൺ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ കോടതിയിൽ ഞാൻ അപ്പീൽ ചെയ്തപ്പോൾ എല്ലാ കേസുകളും ഒന്നിച്ച് കേട്ടപ്പോൾ കോടതി തന്നെ ചോദിച്ചു, നിങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഡയറക്ഷൻ ഒന്നും കിട്ടിയില്ല, സ്റ്റാൻഡിംഗ് അവിടെ പറയുകയും ഫയൽ ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പൊ എന്നിട്ട് ചെയ്യേണ്ട സമയത്ത് ഫയൽ ചെയ്യാതെ പ്രതി രക്ഷപ്പെടുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ 2ാം പ്രതി രക്ഷപ്പെടുമെന്ന് സാങ്കേതിക കാരണത്താൽ അപ്പൊ ഞാൻ ഫയൽ ചെയ്യേണ്ടത് CBI ആണ് ഫയൽ ചെയ്യേണ്ടതെന്നുള്ളതായിരിക്കും ജഡ്ജ്മെന്റ് ഉള്ളത്. എന്താണെന്നുള്ള വായിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. കോടതി ഓപ്പൺ കോർട്ടിൽ അവിടെ ശ്രീ ജോമൻ പുത്തമ്പുരയ്ക്കൽ 4 നൂറ്റാണ്ടോളമായി താങ്കൾ ഈ കേസിനൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് 27 വർഷമായി. തീർച്ചയായിട്ടും അതിൽ ഓരോ സമയത്തും നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. ഇപ്പോഴും CBI-യുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ ഇനി താങ്കളുടെ മുന്നിലുള്ള മറ്റ് നിയമപരമായ മാർഗങ്ങൾ എങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെയാണ് പോവുക? ഇത് സുപ്രീം കോടതി ചോദ്യം ചെയ്യും. സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. ഇവിടെ പണവും സ്വാധീനവും ഒരു പ്രബലമായ സഭയുടെ പിന്തുണയോടെ ഈ കേസിലെ ആദ്യം മുതലേ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. ആ അട്ടിമറി CBI-യുടെ മേലിൽ ജുഡീഷ്യലി ജഡ്ജിയായിരുന്ന ഒരാൾ പോലും ഇതിന്റെ നാക്കോനാലിസിസ് ടെസ്റ്റിന്റെ CD കാണാൻ എന്റെ കർണാടകത്തിൽ പോയെന്നുള്ളത് നമ്മൾ പത്രത്തിൽ കണ്ടതല്ലേ, TV കണ്ടതല്ലേ. അപ്പം സ്വാധീനിക്കുവാൻ പല വിധത്തിലും ഈ കേസ് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 27 വർഷമായി ഞാൻ ആക്ഷൻ കൗൺസിൽ കൺവീനർ എന്നുള്ള നിരന്തരമായി പോരാട്ടം നടത്തുന്നത് ഇതിനകത്ത് CBI പ്രോസിക്യൂഷന്റെ ഭാഗമായി CBI അപ്പീൽ ഫയൽ ചെയ്യേണ്ട സമയത്ത് ഫയൽ ചെയ്യാതെ പരാതി വന്നപ്പോൾ നടപടി വരുമെന്ന് പറഞ്ഞപ്പോൾ നടപടി വന്നപ്പോൾ ഈ കേസിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ ജഡ്ജ്മെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടു വേറെ ബെഞ്ച് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം CBI ഫയൽ ചെയ്യാതെ ഞാൻ CBI ഫയൽ ചെയ്യാത്തതുകൊണ്ടാണോ ഞാൻ അതിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗമായി CBI തന്നെയാണ് ഫയൽ ചെയ്യേണ്ടത് എന്ന സാങ്കേതികത്തിലാണോ എന്റെ ഹർജി അലവ് ചെയ്യാത്തതെന്നുള്ളത് ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാലേ ഇതിനെപ്പറ്റി പറയാൻ പറ്റും. എന്തായാലും ഏത് സാങ്കേതികമാണെങ്കിലും ഈ ഹൈക്കോടതി വിധി 2ാം പ്രതിയെ വെറുതെ വിട്ട CBI കോടതി ഉത്തരവ് ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. ശരി, വളരെയധികം നന്ദി ശ്രീ ജോമൻ പുത്തമ്പുരയ്ക്കൽ. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെ നിർണായകമായ നിരീക്ഷണം തന്നെയാണ്, അല്ലെങ്കിൽ പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അഭയ കേസിലെ പ്രതികൾക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. കേസിലെ 1ഉം 3ഉം പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ 2ാം പ്രതിയായിരുന്ന ഫാദർ ജോസ് പുതുർക്കയിലിനെ ഒഴിവാക്കിയ തിരുവനന്തപുരത്തെ വിചാരണ കോടതിയായ CBI കോടതിയുടെ നടപടി ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ KT മൈക്കിളിനെ, അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്നത്തെ സമയത്ത് ക്രൈംബ്രാഞ്ച് DYSP പിന്നീട് SP-യുമായ KT മൈക്കിളിനെ ഒഴിവാക്കിയ വിധിയും വിചാരണ കോടതി നടപടിയും ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്.
പക്ഷേ ഇപ്പോഴും സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചോ എന്ന ചോദ്യമാണ് ഈ 27 വർഷം പൂർത്തിയായ നിയമ നടപടികൾക്ക് ഒടുവിലും ബാക്കി നിൽക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളറടയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അവസാന കാലമാണ്. എന്തായിരുന്നു അന്നത്തെ ജനങ്ങളുടെ വികാരം? ഈ ശാപം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി എന്നായിരുന്നു. എന്തേ കാര്യം? ഇതൊക്കെ തന്നെ. കർഷക ആത്മഹത്യ പെരുകുന്നു, തൊഴിലാളി ദ്രോഹ നടപടികൾ നല്ലതുപോലെ വർദ്ധിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ നോക്കുന്നു, വിവിധ ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള നടപടികൾ വരുന്നു, രാജ്യത്ത് വല്ലാത്ത ജീവിതഭാരം വർദ്ധിക്കുന്നു, മഹാഭൂരിപക്ഷം ആളുകളും ദുരിതക്കയത്തലാവുന്നു. ഇത് വന്നപ്പോഴാണ് ഈ ശാപം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ വന്നത്. ആ സാഹചര്യമായിരുന്നു 2014 BJP ഉപയോഗിച്ചത്. BJP അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പല വാഗ്ദാനങ്ങളും നൽകി. വാഗ്ദാനത്തിനൊരു കുറവുമില്ല കേട്ടോ. ഇപ്പോ വാഗ്ദാനം അത്രത്തോളം ഇല്ലാന്നാ തോന്നുന്നു ഇത്തവണ. അത് താരതമ്യപ്പെടുത്തിയാൽ ഇത്തവണ അത് ആളെ പറ്റിക്കാൻ വേണ്ടി വാഗ്ദാനങ്ങളുമായി വന്നിരിക്കുന്നു. പ്രകടന പത്രികയൊക്കെ അവർ വരാതിരിക്കുന്നുണ്ടോ? 2014 തെരഞ്ഞെടുപ്പില് അവര് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? കൃഷിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദുരിതത്തിലായത് ഈ കോൺഗ്രസ് ഗവൺമെന്റ് കാരണമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കർഷകരെ രക്ഷിക്കുന്ന നടപടികൾ എടുക്കുക. അതിന്റെ ഭാഗമായി ഇവിടെ കാർഷികോൽപ്പന്നത്തിന് യഥാർത്ഥ കാർഷിക ചെലവും അതിന്റെ കൂടെ 50% ചേർത്ത് കിട്ടുന്ന സംഖ്യ താങ്ങുവിലയായി നൽകും. ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങളോടാകെ പറഞ്ഞു. രാജ്യത്താകെ കള്ളപ്പണം വ്യാപരിക്കുകയാണ്. ഈ കള്ളപ്പണം പിടിച്ചെടുക്കാത്തത് കോൺഗ്രസ് ആയതുകൊണ്ടാണ്. ഞങ്ങൾ വന്നാൽ കള്ളപ്പണം പിടിക്കും. മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷത്തിന്റെ വർധനവ് വരും. എന്തായി? കുറെ നാൾ കഴിഞ്ഞപ്പോ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, 5 വർഷം കഴിഞ്ഞപ്പോ, ഇല്ല നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, എന്താണ് അതിന്റെ സ്ഥിതി? അപ്പോ BJP നേതാക്കളുടെ തിരിച്ചു ചോദ്യമാണ്, പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനാണോ? അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയല്ലേ? ആ പറഞ്ഞവരാണ് ഇപ്പോഴും പ്രകടന പത്രിക പുറത്തിറക്കിയത് നമ്മൾ ഓർക്കണം. ഇങ്ങനെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയതിനു ശേഷം ആ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരാലോചിച്ചിട്ടേയില്ല, ഓർമ്മിച്ചിട്ടില്ല. അവർ നടപ്പാക്കിയത് മുഴുവൻ പഴയ കാര്യങ്ങൾ തന്നെ. അതിന്റെ കെടുതിയാണ് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. നാം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥിതി വന്നത്? ദീർഘമായ 10 വർഷക്കാലം നമ്മൾ, ഇന്ത്യയിലെ ബഹുജനങ്ങൾ, ദുരിതക്കയത്തിൽ കഴിയേണ്ടി വന്നത് എന്തുകൊണ്ട്? ഗവൺമെന്റ് മാറി. ഒരു ഗവൺമെന്റ് സമ്മാനിച്ച ദുരിതത്തിനെതിരെ പ്രചരണം നടത്തിക്കൊണ്ട് മറ്റൊരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നു. പക്ഷെ അവരും ഒരു മാറ്റവും വരുത്തിയില്ല. ഒരേ നയം, ഒരേ കാര്യം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? അത് പരിശോധിക്കുമ്പോഴാണ് ഈ രണ്ടു കൂട്ടരും ഒരു കാര്യത്തിൽ വ്യത്യാസമില്ലാത്തവരാണ് എന്ന് കാണാൻ പറ്റുക. കോൺഗ്രസ് നടപ്പാക്കിയ നയമില്ലേ ഇവിടെ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ നയം നടപ്പാക്കിയത്? അവരംഗീകരിക്കുന്നത് നവ ഉദാരവൽക്കരണ നയമാണ്. അതേ നവ ഉദാരവൽക്കരണ നയമാണ് BJP അംഗീകരിക്കുന്നത്.
നവോത്ഥാന നയത്തിന്റെ പ്രത്യേകത എന്താ? അത് കർഷകർക്കെതിരാണ്, തൊഴിലാളികൾക്കെതിരാണ്, അധ്വാനിക്കുന്നവർക്കെതിരാണ്. അത് അനുകൂലിക്കുന്നത് അതിസമ്പന്നരെയാണ്, കോർപ്പറേറ്റുകളെയാണ്. ഇതാണ് സംഭവിക്കുന്നത്, നമ്മൾ കാണണം. ഇതിന്റെ ഭാഗമായാണ് ഒരു മാറ്റവും ഇല്ലാതിരുന്നത്. പേരിലെ മാറ്റമുള്ളൂ. കോൺഗ്രസ് മാറി BJP. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു മാറ്റവും ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുന്നത് ഇവിടെ BJP ഗവൺമെന്റ് വരാൻ പാടില്ല. BJP പരാജയപ്പെടുന്നു. വരുന്ന ഗവൺമെന്റ് മതനിരപേക്ഷ ഗവൺമെന്റ് ആയിരിക്കണം. അതേസമയം ബദൽ നയത്തോടുകൂടിയ മതനിരപേക്ഷ ഗവൺമെന്റ് ആയിരിക്കണം.